എല്ലാവർക്കും നമസ്കാരം. 27 നക്ഷത്ര ജാതകരായിട്ടുള്ളവരുടെ വിഷു ഫലം 2026 വിഷു ഫലമാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പറയാൻ പോകുന്നത് കാർത്തിക നക്ഷത്രത്തിൻ്റെ ഫലമാണ്. വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോകേണ്ട ഒരു കാലയളവാണ് 2026 വിഷു വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക്. കാർത്തിക നക്ഷത്രക്കാരുടെ പൊതുവായിട്ടുള്ള ഫലമാണ് പറയുന്നത്. കാർത്തിക നക്ഷത്രക്കാർക്ക് വല്ല അസുഖങ്ങളും ബാധിച്ചിട്ടുണ്ടായിരുന്നു എങ്കിൽ അതെല്ലാം പൂർണ്ണമായിട്ടും മാറിപ്പോകുന്ന ഒരു വർഷമാണ് 2026 വിഷു വർഷം. കലാരംഗത്തുള്ളവർക്ക് വളരെയധികം പുരോഗതി ഉള്ള ഒരു കാലയളവാണ് ഈ 2026 വിഷു വർഷം. പക്ഷേ അവർ കൂടുതൽ ശ്രമിച്ചാൽ മാത്രമേ അവർക്ക് പുരോഗതി ഉണ്ടാവുകയുള്ളൂ. കാർത്തിക നക്ഷത്രക്കാരുടെ ക്ഷിപ്രകോപം ഒന്ന് നിയന്ത്രിച്ചാൽ വളരെയധികം നന്നായിരിക്കും. ഈ ഒരു വർഷത്തിനിടയിൽ വിവാഹിതരായിട്ടുള്ള ആൾക്കാരുടെ ഇടയിൽ ചില ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് ഈ വിഷു വർഷം. അത് കൂടുതലായിട്ടൊന്ന് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് പരിഹരിക്കാൻ സാധിക്കും. ഏറെ നാളായി പിരിഞ്ഞു നിൽക്കുന്ന ദമ്പതികളായ കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ സംഭവിക്കും. വഴക്കൊക്കെ മാറി അവർ തിരിച്ചു വരാനുള്ള സാധ്യത കൂടുതലുള്ള ഒരു കാലയളവാണ് 2026 വിഷു വർഷം. വിദ്യാർത്ഥികളായിട്ടുള്ള കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം നല്ല സമയമാണ്. അവർക്ക് ക്യാമ്പസ് സെലക്ഷൻ പോലുള്ള കാര്യങ്ങളൊക്കെ നേടിയെടുക്കാൻ പറ്റുന്ന ഒരു സമയമാണ്. വിദേശത്തായാലും നാട്ടിലായാലും പഠിക്കുന്ന കുട്ടികൾ നല്ല സമയമാണ്. തൊഴിൽ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്രക്കാരാണെങ്കിൽ അവർക്ക് തൊഴിൽ കിട്ടാനുള്ള നല്ല അവസരമാണ് ഈ 2026 വിഷു വർഷം. പക്ഷേ മറ്റൊരാളുടെ ഇടപെടൽ മൂലം അത് മാറിപ്പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് വളരെ ചിന്തിച്ച് മുൻപോട്ട് പോവുക. ജോലി ഉള്ളവരാണെങ്കിൽ പോലും ഇതുപോലെയുള്ള അവസരങ്ങൾ അവർക്കും ഉണ്ടാകുന്നതാണ്. നമ്മൾ നല്ലവരാണ് എന്ന് കരുതുന്നവരൊന്നും അത്ര നല്ലവരായിരിക്കണമെന്നില്ല. പാരകളാവാൻ സാധ്യതയുണ്ട്. വിവാഹം നോക്കിക്കൊണ്ടിരിക്കുന്ന കാർത്തിക നക്ഷത്രത്തിലുള്ള സ്ത്രീജനങ്ങൾക്ക് വളരെയധികം നല്ല സമയമാണ് ഈ 2026 വിഷു വർഷം. എന്നാൽ പുരുഷന്മാർക്ക് അത്ര നല്ല സമയമല്ല. പുരുഷന്മാർക്ക് സെപ്റ്റംബർ നവംബർ കാലയളവിലാണ്. പിന്നെ 2027 ഫെബ്രുവരി മാർച്ച് കാലയളവുമായിരിക്കും അവർക്ക് ഏറ്റവും അത്യുത്തമമായിട്ടുള്ള കാലഘട്ടം. പ്രണയത്തെപ്പറ്റി പറയുകയാണെങ്കിൽ പ്രണയം മൂലം ഈ 2026 വിഷു വർഷത്തിൽ ഒരുപാട് ചതികൾ സംഭവിക്കാനുള്ള ഒരു സമയമാണ് ഈ കാലയളവ്. നിങ്ങൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരിൽ നിന്നും നിങ്ങൾക്ക് വളരെയധികം ദുഃഖമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും നിങ്ങൾക്ക് തിരിച്ചു ലഭിക്കാൻ പോകുന്നത്. അതുകൊണ്ട് വളരെയധികം ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. അതുപോലെ നിങ്ങളെ സ്നേഹിക്കുന്നവരെ നിങ്ങൾ മാറ്റി നിർത്തി ചിന്തിച്ചിട്ടുണ്ട്. അതൊക്കെ ഒന്ന് മാറ്റി നോക്കി ശ്രദ്ധിക്കാവുന്നതാണ്. ബിസിനസ് നടത്തുന്ന അല്ലെങ്കിൽ ബിസിനസ് നടത്താൻ ഉദ്ദേശിക്കുന്ന കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെ അധികം അനുയോജ്യമായ ഒരു സമയമാണ് ഈ 2026 വിഷു വർഷം. കൂടുതലായി പറഞ്ഞാൽ മെയ് ജൂൺ കഴിഞ്ഞാൽ അവർക്ക് വളരെ നേട്ടം സംഭവിക്കുന്ന ഒരു കാലയളവാണ്. അതുപോലെ തന്നെ ഭൂമി ലാഭം, ഗൃഹലാഭം, വാഹന ലാഭം എല്ലാം ഈ കാർത്തിക നക്ഷത്രക്കാർക്ക് ഈ വിഷു വർഷത്തിൽ സംഭവിക്കുന്നതാണ്. ഈശ്വരാധീനം കൂടുതലുള്ള ഒരു കാലയളവാണ് 2026 വിഷു വർഷം. ഈ വർഷം കാർത്തിക നക്ഷത്രക്കാർക്ക് വളരെയധികം അനുകൂലമായിട്ടുള്ള സമയമാണ്. പക്ഷേ വളരെ ശ്രദ്ധിച്ച് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുക. അല്ലെങ്കിൽ വേറെ ആരുടെയെങ്കിലും ഇൻവോൾവ്മെൻറ്റ് മൂലം ചിലപ്പോൾ അതൊക്കെ മാറിപ്പോകാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ശ്രദ്ധിച്ച് മുൻപോട്ട് പോവുക. ദോഷപരിഹാരാർത്ഥം ഗണപതിക്ക് എല്ലാ മാസവും 7 നാളികേരം ഉടയ്ക്കുക. ഈ 7 നാളികേരം ഉടച്ച് പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ദോഷങ്ങളും മാറിക്കിട്ടണം എന്ന് ഗണപതി ഭഗവാനോട് പ്രാർത്ഥിക്കുക. അത് ഒരു ബുധനാഴ്ച ചെയ്യുകയാണെങ്കിൽ ഉത്തമമായിരിക്കും. അതുപോലെ ഏത്തമിട്ട് പ്രാർത്ഥിക്കുന്നതും വളരെ ഉത്തമമായിരിക്കും. ഭദ്രകാളി ദേവിക്ക് ഗുരുതി പൂജ ചെയ്യുന്നത് വളരെ ഉത്തമമായിരിക്കും. നിരവധി ശത്രുക്കൾ ഉണ്ടാകുന്ന ഒരു കാലയളവാണ് ഈ വിഷു വർഷം. അപ്പോൾ ആ ശത്രുദോഷം എല്ലാം മാറിപ്പോകാൻ വേണ്ടിയാണ് ഗുരുതി പൂജ ചെയ്യുന്നത്. ഇനി സുബ്രഹ്മണ്യ സ്വാമിക്ക് കാർത്തിക നക്ഷത്രവുമായി വളരെയധികം അടുത്ത് നിൽക്കുന്ന ആളാണ് സുബ്രഹ്മണ്യ സ്വാമി. സുബ്രഹ്മണ്യ സ്വാമിയെ നല്ലവണ്ണം പ്രാർത്ഥിക്കുക. പനിനീര് അഭിഷേകത്തിന് കൊടുക്കുകയും നമ്മളുടെ ചൂണ്ടുവിരലിൻ്റെ അത്രയുള്ള വേല് സുബ്രഹ്മണ്യ സ്വാമിക്ക് സമർപ്പിക്കുകയും ചെയ്യുക.
6 പ്രാവശ്യം വലം വയ്ക്കുകയും സാഷ്ടാംഗം പ്രണമിക്കുവാൻ പറ്റുകയാണെങ്കിൽ അത് ചെയ്യുക. സ്ത്രീ ജനങ്ങളാണെങ്കിൽ ദണ്ഡനമസ്കാരം ചെയ്യുക. അത്രയും ചെയ്യുക. ഇനി പറയുന്നത്, നിങ്ങളുടെ വീടിൻ്റെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ദേവീക്ഷേത്രത്തിൽ കുങ്കുമാർച്ചനയോ അല്ലെങ്കിൽ രക്തപുഷ്പാഞ്ജലിയോ ഇതിൽ ഏതെങ്കിലും ഒന്ന് ചെയ്യുക. ഞായറാഴ്ച ദിവസം രാവിലെ ചെയ്യുക. എല്ലാ കാർത്തിക നക്ഷത്രക്കാരായവർക്കും എല്ലാ ദോഷങ്ങളും മാറി നല്ല ഐശ്വര്യമുള്ള ഒരു കാലയളവാകട്ടെ ഈ വിഷുവർഷം എന്ന് ആശംസിക്കുന്നു.